പള്ളി പണിയുന്നതിനുള്ള സ്ഥലം തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ ഒരിടത്ത് ഒത്തുകൂടി. വന്നുകൂടിയവർക്ക് എല്ലാവർക്കും പറയാനായിട്ട് ഓരോ ഇടങ്ങളുണ്ടായിരുന്നു. ആ ഇടങ്ങളുമായി ബന്ധപ്പെട്ട പവിത്രമായ കഥകളും അവർക്കുണ്ടായിരുന്നു. ചർച്ചയ്ക്കിടയിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഞാൻ എൻ്റെ കുഞ്ഞു നാള് മുതലേ കേൾക്കുന്നൊരു കഥയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനത് പറയാം. നമ്മുടെ നാട്ടിൽ മുൻപ് രണ്ട് സഹോദരങ്ങൾ താമസിച്ചിരുന്നു. ജ്യേഷ്ഠൻ കുടുംബസ്ഥനായി ഒരു വീട്ടിലും അനുജൻ ഒറ്റത്തടിയായി മറ്റൊരു വീട്ടിലുമാണ് കഴിഞ്ഞിരുന്നത്. അവർക്ക് ഇരുപേർക്കും വിശാലമായ ഗോതമ്പ് പാടങ്ങൾ ഉണ്ടായിരുന്നു. ഇരുവരും കൃഷി ചെയ്തിരുന്നത് ഒന്നിച്ചായിരുന്നു. ആ വർഷം അവർക്ക് വിളവ് വളരെ കുറവായിരുന്നു. അന്ന് രാത്രി അവർക്ക് കിടന്നിട്ട് ഉറങ്ങാനേ സാധിച്ചില്ല. കാരണം അവർ ഓരോരുത്തരും ചിന്തിച്ചത് മറ്റേ ആളെ കുറിച്ചായിരുന്നു. വിളവ് കുറഞ്ഞ ഈ വർഷം അവസാനം വരെ എങ്ങനെ താണ്ടും എന്നുള്ളതായിരുന്നു അവരെ അലട്ടിയ ചിന്ത. അവർ രണ്ടുപേരും അഭിമാനികളുമായിരുന്നു. അർഹതയില്ലാത്ത ഒരു മണി ഗോതമ്പ് പോലും കൈവശപ്പെടുത്തുന്നത് അപരാധമായി കരുതിയിരുന്നവരാണ് ഇരുവരും. ഈ ഒരു വർഷം താണ്ടുന്നതിന് വേണ്ടി സഹോദരൻ അറിയാതെ സഹോദരന്റെ കളപ്പുരയിൽ ഒരു ചാക്ക് ഗോതമ്പ് കൊണ്ട് വയ്ക്കുന്നതിന് ഇരുവരും ഒരേപോലെ തീരുമാനിക്കുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇരുവരും തലയിൽ ഓരോ ചാക്ക് ഗോതമ്പുമായി സഹോദരന്റെ കളപ്പുര ലക്ഷ്യമാക്കി നടന്നു. നടന്നൊടുവിൽ അവർ വയലിന്റെ വരമ്പത്ത് വെച്ച് പരസ്പരം കണ്ടുമുട്ടുന്നു. ആദ്യം ഒരു അമ്പരപ്പൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അത് പൊട്ടിച്ചിരിയായിട്ട് മാറി. ആ സ്ഥലത്ത് അന്ന് ആരോ ഒരു കല്ല് നാട്ടിയിരുന്നു. ആ കല്ലാകട്ടെ നമ്മൾ പണിയാൻ പോകുന്ന പള്ളിയുടെ മുലക്കല്ല്. ഇതിനേക്കാളും പവിത്രമായൊരു സ്ഥലം ഈ ഭൂമിയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ തന്റെ കഥ അവസാനിപ്പിക്കുന്നു. Thank you.